നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലൈംഗികാരോപണങ്ങൾ നേരിട്ടതിനെ തുടർന്ന് കോൺഗ്രസ് പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന് നിയമസഭയിൽ ഇനി പ്രത്യേക ബ്ലോക്ക്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അത് തടയുമെന്ന് കോൺഗ്രസിൽ നിന്ന് തന്നെ സ്വരങ്ങൾ ഉയരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് പ്രത്യേക ബ്ലോക്ക് എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. നിയമസഭാ സ്പീക്കർ AN ഷംഷീറാണ് ഈ കാര്യം മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. സഭയിൽ വരുന്നതിൽ തീരുമാനിക്കേണ്ടത് രാഹുലാണ്. ഇതുവരെ അവധി അപേക്ഷ കിട്ടിയിട്ടില്ല എന്നതടക്കമുള്ള പ്രതികരണം സ്പീക്കർ നടത്തിയിരിക്കുകയാണ്. നിയമനിർമ്മാണത്തിന് മാത്രമായി ചേരുന്ന 12 ദിവസത്തെ സഭാ സമ്മേളനം നാളെ ആരംഭിക്കുകയാണ്. 4 ബില്ലുകളാണ് സമ്മേളനത്തിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ബാക്കി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും സ്പീക്കർ അറിയിച്ചു. നാളെ മുതൽ ഒക്ടോബർ 10 വരെയാണ് സമ്മേളനം നടക്കുക. ഇനി അങ്ങോട്ട് നിയമസഭാ സമ്മേളനത്തിന്റെ ദിവസങ്ങളാണ്. ഒരുപാട് നാടകീയമായ രംഗങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിക്കേണ്ടി വരും. എന്തായാലും രാഹുലിന് പ്രത്യേക ബ്ലോക്ക് സതീശന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ലൈംഗിക ആരോപണങ്ങൾ നേരിട്ടതിന് പിന്നാലെയാണ് രാഹുലിനെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. രാഹുൽ സഭയിൽ വരേണ്ടതില്ല എന്ന നിലപാടായിരുന്നു VD സതീശൻ സ്വീകരിച്ചത്. പക്ഷേ A ഗ്രൂപ്പിനും പാർട്ടിയിൽ ഒരു വിഭാഗത്തിനും രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരട്ടെ എന്ന നിലപാടാണ് ഉണ്ടായിരുന്നത്. ഇത് സംബന്ധിച്ച് പാർട്ടി തലത്തിൽ തീരുമാനമെന്നാണ് VD സതീശൻ നേരത്തെ പ്രതികരിച്ചത്. ഇതിന് പിന്നാലെ രാഹുലിന്റെ സസ്പെൻഷൻ സ്പീക്കറെ അറിയിച്ച് VD സതീശൻ കത്ത് നൽകും. രാഹുൽ ഇനി സഭയിൽ പ്രത്യേക ബ്ലോക്ക് ആയിരിക്കും. MLA വിലക്കാൻ പാർട്ടിക്ക് കഴിയില്ല എന്നും കോൺഗ്രസ് നേതൃത്വം നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അതേസമയം ലൈംഗികാരോപണ വിവാദത്തിൽ മാധ്യമങ്ങളെ പഴിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുലും സുഹൃത്തുക്കളും അടങ്ങിയ മിഷൻ 2026 എന്ന വാട്സപ്പ് ഗ്രൂപ്പിലിട്ട സന്ദേശത്തിലാണ് മാധ്യമങ്ങൾക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. എല്ലാ മാധ്യമങ്ങളുടെ പ്രൊപ്പഗാൻഡ എന്ന വാദമാണ് രാഹുൽ ഉയർത്തുന്നത്. മാധ്യമങ്ങളുടെ ലക്ഷ്യം താനല്ലെന്നും താനൊരു കണ്ണി മാത്രമാണെന്നും പറഞ്ഞാണ് സന്ദേശം തുടങ്ങുന്നത്. തനിക്ക് പിന്നാലെ ഷാഫി പറമ്പിൽ, PK ഫിറോസ്, VT ബൽറാം, T സിദ്ദിഖ്, ജബി മേത്തർ തുടങ്ങിയവരെ മാധ്യമങ്ങൾ പല കാരണങ്ങൾ പറഞ്ഞ് ആക്രമിച്ചു. നേതാക്കളും യുവനിരയും സൈബർ പോരാളികളും തളരേണ്ടത് അവരുടെ ആവശ്യമാണെന്നും ഈ പ്രൊപ്പഗാൻഡയിൽ വീണു പോകരുതെന്നും രാഹുൽ സന്ദേശത്തിൽ പറയുന്നു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിനു ശേഷം ആദ്യമായാണ് രാഹുൽ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തുന്നത്. അതേസമയം പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ UDFന്റെ ഭാഗമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേരത്തെ നിലപാട് സ്വീകരിച്ചിരുന്നു. യുവതികളുടെ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഹുലിനെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. കേന്ദ്ര നേതൃത്വത്തിന്റെ അറിവോടെയാണ് രാഹുലിനെ സസ്പെൻഡ് ചെയ്തത്. ആ തീരുമാനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. കൂട്ടത്തിൽ ഒരാൾക്ക് കേസ് വരുമ്പോൾ വിഷമമുണ്ട് എന്നും പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചിരുന്നു. രാഹുൽ വിഷയത്തിൽ ആരാണ് പ്രതികൂട്ടിലെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. രാഹുലിനെതിരെ പോലീസിൽ പരാതിയില്ലായിരുന്നു. പക്ഷേ UDF നേതാക്കൾ ചർച്ച ചെയ്ത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റാൻ തീരുമാനിച്ചു. രാഹുലിന്റെ രാജിവ് ഉണ്ടായി. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമല്ല ഇപ്പോൾ രാഹുൽ. CPM എന്ത് നടപടിയാണ് ഇത്തരം ആരോപണങ്ങളിൽ സ്വീകരിക്കുന്നത്? ബലാത്സംഗ കേസിലെ പ്രതി CPMലുണ്ട്. സ്ത്രീ പീഡന കേസിലെ പ്രതികൾ മന്ത്രിമാരായുണ്ട്. അപ്പോൾ CPM ആണ് പ്രതിക്കൂട്ടിൽ. സ്ത്രീകളുടെ അഭിമാനം സംരക്ഷിക്കാൻ കോൺഗ്രസ് ആണ് നടപടിയെടുത്തതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. രാഹുൽ വിഷയത്തിൽ വിഷമമുണ്ടെന്ന് ചോദ്യത്തിന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് പറയുകയുണ്ടായി. കൂട്ടത്തിൽ ഒരാൾക്ക് ഇത്തരം കേസുകൾ വന്നതിൽ വിഷമമുണ്ട്. അയാൾക്കെതിരെ നടപടിയെടുത്തതും രാജിവെച്ചതുമെല്ലാം സന്തോഷമുള്ള കാര്യമല്ല. ഐകകണ്ഠ്യേനയാണ് രാഹുലിനെതിരെ തീരുമാനമെടുത്തത്. കേന്ദ്ര നേതൃത്വത്തിന്റെ അംഗീകാരത്തോടെയായിരുന്നു രാഹുലിനെതിരെയുള്ള തീരുമാനം. കേന്ദ്ര നേതൃത്വത്തിന്റെ അംഗീകാരത്തോടെ എടുത്ത തീരുമാനത്തിന്റെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുത്തുവെന്നും പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു. രാഹുലിനെതിരെ നടപടിയെടുത്തതിന്റെ പേരിൽ നേരിടുന്ന സൈബർ ആക്രമണങ്ങളെക്കുറിച്ചും പാർട്ടിയിൽ ഒറ്റപ്പെടൽ ഉണ്ടാകുന്നുവെന്ന ആരോപണത്തെക്കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. ആരുടെയും പിന്തുണ ആഗ്രഹിച്ചല്ല പാർട്ടിയിൽ യുവാക്കളെ പിന്തുണച്ചത്. തുടക്കകാലത്ത് തനിക്ക് പാർട്ടിയിൽ നിരവധി അവഗണന നേരിടേണ്ടി വന്നിട്ടുണ്ട്. താൻ നേതൃത്വത്തിൽ ഇരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനും അവഗണന ഉണ്ടാകരുത് എന്ന നിർബന്ധം തനിക്കുണ്ടായിരുന്നു. പാർട്ടിയുമായി ബന്ധമുള്ളവരല്ല തനിക്കെതിരെയുള്ള സൈബർ ആക്രമണത്തിന് പിന്നിൽ. വ്യാജ ഐഡികളിൽ നിന്നാണ് പ്രചാരണം എന്നതടക്കമുള്ള പ്രതികരണമാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തുമോ എന്നിതുവരെ വ്യക്തമല്ല. ഇക്കാര്യത്തിൽ രാഹുൽ പ്രതികരിച്ചിട്ടില്ല. അടൂരിലെ വീട്ടിലാണ് രാഹുൽ ഉള്ളത്. പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നില്ല. രാഹുലിന് സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് തടസ്സമില്ല. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് രാഹുലിനെ പുറത്താക്കിയതായി സ്പീക്കറെ പാർട്ടി അറിയിച്ചിട്ടുണ്ട്. അതിനാൽ നിയമസഭയിൽ പാർട്ടി MLAമാർക്കൊപ്പം ഇരിക്കാൻ കഴിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ തന്നെ എന്തിനാണ് ആക്രമിക്കുന്നത് എന്ന ചോദ്യവും പ്രതിപക്ഷ നേതാവ് നേരത്തെ ഉന്നയിച്ചിരുന്നു. രാഹുൽ വിഷയവുമായി ബന്ധപ്പെട്ട തീരുമാനം AICCയുടെ അനുമതിയോടെ KPCC നേതൃത്വം ഒരുമിച്ചെടുത്തതാണ്. രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന കാര്യം ഉചിതമായ സമയത്ത് തീരുമാനിക്കുമെന്ന്
എന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. തന്നെ എന്തിനാണ് ആക്രമിക്കുന്നത്? സസ്പെൻഷൻ വി.ഡി. സതീശൻ എന്ന വ്യക്തി ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല. എല്ലാ കോൺഗ്രസ് നേതാക്കളും അവരുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുമിച്ചെടുത്ത തീരുമാനമാണിത്. AICCയുടെ അനുമതിയോടെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എടുത്ത അച്ചടക്ക നടപടിയാണ്. അതിനെ കോൺഗ്രസുകാരായ ആരും എതിർക്കില്ല എന്നും വി.ഡി. സതീശൻ പ്രതികരിച്ചിരുന്നു. താൻ വഴിവിട്ട് ചെറുപ്പക്കാരെ സഹായിക്കുന്നു എന്നൊക്കെയാണ് നേരത്തെ പഴി കേട്ടതെങ്കിൽ ഇപ്പോൾ നേരെ തിരിച്ചാണ്. ഇപ്പോഴത്തെ ചോദ്യം, ഈ ചെറുപ്പക്കാരനെ തകർക്കാൻ വേണ്ടി ഞാൻ ഗൂഢാലോചന നടത്തിയെന്നാണ്. രണ്ടും ഒരാൾക്ക് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ ഒരുപാട് നാടകങ്ങൾ ഉണ്ടാകും. കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന ക്രൂരതകളുടെ വിവരങ്ങൾ തെളിവ് സഹിതം പുറത്തു വന്നിട്ട് മുഖ്യമന്ത്രി മറുപടി പറയാതെ ഒളിച്ചോടുകയാണ് എന്നതടക്കമുള്ള കുറ്റപ്പെടുത്തലും വി.ഡി. സതീശന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇപ്പോൾ സെപ്റ്റംബർ 11 അതിനുശേഷം പീച്ചി, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ തുടങ്ങിയ എല്ലായിടത്തു നിന്നും പോലീസ് ക്രൂരതയുടെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ക്രൂരമായ ഇത്തരം പോലീസ് മർദ്ദനങ്ങളുടെ വാർത്തകൾ പുറത്തു വന്നിട്ട് മുഖ്യമന്ത്രി എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു? ആരാണ് ഇവിടെ ആഭ്യന്തരമന്ത്രി? ആഭ്യന്തര വകുപ്പിനെതിരെ നാളെ ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ തെളിവുകളോടെ ആരോപണങ്ങൾ പുറത്തു വന്നിട്ട് മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്? മുഖ്യമന്ത്രി ആരെയാണ് ഭയക്കുന്നത്? ആരെയാണ് സംരക്ഷിക്കുന്നത്? സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതിനു പകരം കേരളത്തിലെ പൊതുസമൂഹത്തോട് മറുപടി പറയാതെ എവിടേക്കാണ് ഒളിച്ചോടുന്നത് എന്ന ചോദ്യവും വി.ഡി. സതീശൻ ഉന്നയിച്ചു. ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾക്കും സർക്കാരിനും ജനങ്ങളോട് മറുപടി പറയാനുള്ള ഭരണഘടനാപരവും ധാർമ്മികവുമായ ഉത്തരവാദിത്തമുണ്ടെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. അതിൽ നിന്നാണ് മുഖ്യമന്ത്രി ഒളിച്ചോടുന്നത്. DGP മറുപടി പറഞ്ഞാൽ മതിയെന്നാണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ രാഷ്ട്രീയ നേതൃത്വം വേണ്ടല്ലോ, ഉദ്യോഗസ്ഥർ ഭരിച്ചാൽ മതിയല്ലോ. എവിടെ ഓടിയാലും മുഖ്യമന്ത്രിയെ കൊണ്ടും സർക്കാരിനെ കൊണ്ടും ഇക്കാര്യത്തിൽ മറുപടി പറയിക്കും. വല്ലവരുടെയും മക്കളെയാണ് ഈ വിധത്തിൽ തല്ലിച്ചതയ്ക്കുന്നത്. ഗുണ്ടകളെ തല്ലുന്നത് പോലെയാണ് മർദ്ദിക്കുന്നത്. ഗുണ്ടകളെയും കൊലപാതകികളെയും സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി മദ്യം വാങ്ങിക്കൊടുക്കുന്നു. എല്ലാ സൗകര്യങ്ങളും ജയിലിൽ ചെയ്തു കൊടുക്കുന്നു. പാവങ്ങളെയാണ് തല്ലിച്ചതയ്ക്കുന്നത്. ഇത് പോലീസല്ല, ഗുണ്ടാ ക്രിമിനൽ സംഘമാണ്. അവർക്കാണ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്നതെന്നും വി.ഡി. സതീശൻ ആരോപിച്ചു. ഇത്തരത്തിൽ നിർണായകമായ വിമർശനങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ നിയമസഭയിൽ എത്തുമോ ഇല്ലയോ? ഇതാണ് ഏറ്റവും വലിയ ചോദ്യം. എത്തിയാൽ പ്രതിരോധമുണ്ടാകുമോ? എങ്ങനെയായിരിക്കും? പ്രത്യേക ബ്ലോക്കിൽ ഇരിക്കുമോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുന്നു. ഏതാനും നിമിഷങ്ങൾ മാത്രമേ, മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഇത്രയും വലിയൊരു ആരോപണം നേരിട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം? മാത്രമല്ല, അദ്ദേഹം എത്തുമോ എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായ ചോദ്യം. ഇതുവരെയും അവധിയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് സ്പീക്കർ വ്യക്തമാക്കുന്നു. അത്തരത്തിലൊരു അവധി ഉണ്ടാകുമോ MLA യുടെ ഭാഗത്തുനിന്ന്? MLA തടയാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് നേതൃത്വവും വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും നാളെ മുതൽ നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. ഒരുപാട് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ, നാടകീയമായ നീക്കങ്ങളൊക്കെ നാളെ മുതൽ കണ്ടു തുടങ്ങും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.